എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണപ്പുട്ടാണ്. കണപ്പുട്ട് എന്ന് പറയാൻ കാരണം നമ്മുടെ റേഷനില്ല കുത്തരി, ആ കുത്തരി കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴുകി വെള്ളത്തിടണം. എന്നിട്ട് അത് കോരി കൊട്ടിയില അരിപ്പല വെക്കണം. വെള്ളം മാറുന്നതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. റേഷനരിയാണ് റേഷനരിയാണ് കേട്ടോ. അപ്പോൾ റേഷനരി ആരും കളയുണ്ടായി ഇങ്ങനെയൊക്കെ പലഹാരം ഉണ്ടാക്കാൻ കൊള്ളാം. ശരി, പുട്ടുണ്ടാക്കാൻ പോകണം റേഷനരി വെച്ചിട്ട്. പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം അല്ലേ? അടിച്ചെടുക്കാം. ജാതി ഇട്ടുണ്ട്, നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് പാത്രത്തിലേക്ക് കൊട്ടാം. സൂപ്പറായല്ലോ അമ്മച്ചി. ആ, സൂപ്പറായി. അമ്മച്ചി എങ്ങനെ പഠിച്ചത്? അത് പഠിക്കണ വല്ല കാര്യമുണ്ട്. പഠിക്കണ കാര്യമല്ലല്ലോ ഇത്. പുതിയൊരു അറിവാണല്ലോ ഇത് അല്ലേ? ആ, ഞാനിപ്പോൾ ഇത് കുറേ ആളെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. സ്വല്പം നെയ്യിട്ട് കൊടുക്കാം. പുട്ടിലാരും നെയ്യിടില്ല. പുട്ടിനിട് നമുക്ക് കഴിക്കാനുള്ളതിൻ്റെ കുഴപ്പമില്ല. കുട്ടികൾക്ക് എടുക്കാനായിട്ട് രാവിലെ ഇത്തിരി നെയ്യൊക്കെ ഇട്ട് പുട്ടിന് പുരട്ടി കൊടുക്കണം. നമ്മൾ കുട്ടികൾ മഴയത്തൊക്കെ സ്കൂളിൽ പോകണമല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. പൊടിക്ക് വെള്ളം ഒഴിച്ചുവാണെങ്കിൽ ഇത് അയച്ചു കൂട്ടട്ടോ. നമുക്ക് കുറച്ച് നീരായിട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്കുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ നെയ്യൊന്നും ഇടില്ല, തേങ്ങ തനിച്ചിട്ടാലും മതി. കുട്ടികളൊക്കെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ സ്കൂളിലേക്ക് യാത്ര തുടങ്ങും. അപ്പം ഇങ്ങനെയൊക്കെ കൊടുത്താൽ അവർക്ക് അതിൻ്റെതായ ആരോഗ്യമുണ്ട്. 9 മണിയൊക്കെ നമ്മുടെ അവിടെ, ചിലതൊക്കെ 7:30 ഇറങ്ങും. അജയൊക്കെ പഠിച്ചിരുന്നപ്പോൾ എത്രയാണ്? 7:45 വേണം. വണ്ടിക്കാണ് വേണ്ടി ആക്കണത്. പിന്നെ ആദ്യമൊക്കെ ബസ്സിന് പോകാറുന്നില്ല, ഒരു സ്കൂൾ ബസ്സിന് ഓർക്കല്ലേ? ആദ്യമൊക്കെ സ്കൂൾ ബസ്സിന് വേറെ കുട്ടികൾ 2 പേരും പോകും. പിന്നീട് ഒരുവിധം വരുന്നപ്പോൾ എൻ്റെ മരുമക്കളുടെ പേര് ചെയ്യുമെന്നാണ് അവർ സ്കൂളിൽ കൊണ്ടാക്കും. അപ്പോൾ പിള്ളേരൊക്കെ വലുതായിട്ടാ? പിള്ളേരൊക്കെ വലുതായി, നേഴ്സിംഗ് പാസ്സായി. ഇനിയിപ്പോൾ ഈ കൊല്ലം കൂടി അജയ് സെൻറ്റ് ആൽബർട്ട്സിൽ പഠിക്കണം. ഇങ്ങനെ കുഴച്ചെടുക്കുക. തേങ്ങ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അങ്ങോട്ട് ചേർക്കാം കേട്ടോ. തേങ്ങ ഇത്തിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇടപ്പേരി ഇടുവോ? ആ, ഇടപ്പേരി ഇടണം. ഇടപ്പേരിയിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇടണമെങ്കിൽ അങ്ങനെ ഇടപ്പേരിയിൽ ഇടാം. ഇതല്ലെങ്കിൽ എന്താണ് കറിയുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് കഴിച്ചാൽ മതി. ഞാനിപ്പോൾ പഞ്ചസാര ഇടണല്ലോ. പുട്ടുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് റേഷനരിയായ കൊണ്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. പുട്ടുണ്ടാക്കാൻ ആൾക്കാരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അമ്മ ഇതിന് വല്ല ടെക്നിക്ക് ഉണ്ടാകും ഇത് കണയിൽ നടക്കുമ്പോൾ? ഒരു ടെക്നിക്കും ഇല്ല. സാധാ പുട്ടുണ്ടാക്കണവരെ ഉണ്ടാക്കിയാൽ മതി. ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, അല്ലെങ്കിൽ ഇഡ്ഡലി, അല്ലെങ്കിൽ ദോശ. ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. തടത്തുണി എന്തേ എൻ്റെ തുണി എന്തേ? തടത്തുണിയാ? ഞാൻ എടുത്തില്ലല്ലോ തടത്തുണി. കൈത്തല ഞാൻ എടുത്തില്ല. കൈത്തലേ? ആ, താരയുടെ നാട്ടിൽ കൈത്തലെന്ന് പറഞ്ഞു. പിടിക്കണേ തടത്തുണി വേണം, തടഞ്ഞു പിടിക്കണേ. അത് കൊച്ചിയിലാണ് തടത്തുണി എന്ന് പറഞ്ഞാൽ, വേറെ നാട്ടിലൊക്കെ വേറെ പേരാ. തീ ഇത്തിരി കൂട്ടിക്കോം ചെയ്യും. അതിനിപ്പോൾ മുടിയുണ്ടായാലോ പൊക്കത്ത് വെക്കണ? അതിപ്പോൾ കേട്ടോ.
ആവി വന്നിട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണിത്. പുട്ട് എല്ലാവരും ഉണ്ടാക്കില്ല. അപ്പം ഞാൻ ഇങ്ങനെ കുത്തരി എൻ്റെ റേഷൻ അരിയാണ് കേട്ടോ. അപ്പോൾ റേഷൻ അരി ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് അരമണിക്കൂർ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇട്ടാൽ കുഴപ്പമുണ്ടോ? ഇല്ല, 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിടണം. അത് കുതിരണം. കുതിർന്നതിന് ശേഷം നമുക്ക് കുഞ്ഞ് കൊട്ടയുണ്ടെങ്കിൽ അതിൽ കോരുക, അല്ലെങ്കിൽ അരിപ്പയിൽ കോരുക. ആദ്യം പറഞ്ഞ അരമണിക്കൂർ എന്നല്ല, 1 മണിക്കൂർ ഇട്ടാലും 1/2 മണിക്കൂർ ഇട്ടാലും രണ്ടും കിടക്കാം. പൊടിയണം. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഇട്ടിട്ട് രാവിലെ എടുത്താലോ? എന്നാലും മതി. അപ്പോൾ കൂടുതൽ കുതിർന്ന് പോവോ? കൂടുതൽ കുതിർന്ന് പോകില്ല, അടിച്ചെടുക്കാം. പിന്നെ റേഷൻ അരിയാണ് ഇതിന് നല്ലത്. ഇപ്പം കുത്തരി ഉണ്ടെങ്കിലും അത് ഇട്ട് ശരിയാക്കാം. പഴമാ, ഇറച്ചിയാ, കടലേ, എന്ത് കറിയാണെങ്കിൽ കൂട്ടി കഴിക്കുക. അത് നിങ്ങൾക്ക് അറിയാമല്ല. പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും മറ്റൊരു നെയ്യിട്ട് ഉണ്ടാക്കുക. ആവി ഒന്നും ചെയ്യും. എന്നൊരു പറ്റാം. നമ്മുടെ ബീഫിൻ്റെ ഇതിൽ വേണ പുട്ട് ഒന്നും കൂടി ഉണ്ടാക്കണം നമുക്ക്. വെള്ളത്തിനോരം ബീഫ് വെച്ചിട്ടേ ഈ ഒരു കണയിൽ, അപ്പോൾ ബീഫിൻ്റെ ആ ഒരു സൂപ്പിൽ ഈ പുട്ട് വേവും. അപ്പോൾ ഈ വരുന്ന ആവിക്ക് ബീഫിൻ്റെ മണമായിരിക്കും. അടഞ്ഞിട്ടില്ല അമ്മച്ചത്? അടയണ്ട. പുട്ട് കുത്താമണേണ്ട. അമ്മച്ചിക്ക് പുട്ട് ഇതുപോലെ എടുക്കാൻ പേടിയാണിപ്പോൾ അല്ലേ? താരയുണ്ട് എടുക്കണത്. താര ഇപ്പം കുളിച്ച് റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ഫേസ് ഒന്നും കാണിക്കുന്നില്ല. വാവ്, ഉള്ളല്ല അമ്മച്ചി പൊട്ടിയില്ല. അതെ, വെന്തില്ലെങ്കിൽ പൊട്ടും. എന്തില്ലെങ്കിൽ പൊട്ടും. കൊള്ളാം. എൻ്റെ കൂടെ കറി എന്താ അമ്മച്ചി? കറി ഇന്നലത്തെ ഇഷ്ടം ഇരിപ്പുണ്ട്. താറാവ് കറിയുണ്ട്. ഇഷ്ടവും താറാവുമാണ് ഇന്നലെ ഞങ്ങൾ മേടിച്ചത്, നാടൻ താറാവ്. താറാവ് കറി കണ്ട ആളെയൊക്കെ താറാവ് കൂട്ടാം. ഇഷ്ടം വേണ്ടവർക്ക് ഇഷ്ടം കൂട്ടാം. ഞായറാഴ്ച മേടിക്കുന്ന സാധനമേ തിങ്കളാഴ്ച രാവിലെ എങ്ങനെയായാലും ഇത്തിരി ബാക്കിയുണ്ടാവും. അടുത്ത വെന്ത് വരട്ടെ. ആദ്യം നമുക്ക് മൂടി വെക്കാം. അങ്ങനെ മതി. അപ്പോൾ വെള്ളം വെക്കുമ്പോഴേ ഒരു 3/4 പാത്രം വെള്ളം ഒഴിക്കണം. ഈ കുടത്തിലല്ലേ? ഈ കുടത്തിൽ സ്റ്റീലാകുമ്പോൾ പെട്ടെന്ന് പറ്റുമല്ലേ. അതും പറയണ്ടല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. പറ്റിപ്പോയി എന്ത് പറ്റും? പറ്റിപ്പോയാൽ കുടം ചീത്ത. കുടം കത്തിപ്പോ അടിവശം. പണ്ടത്തെ പോലെ കുടമല്ല ഇപ്പോൾ ഭയങ്കര. പണ്ടത്തെ പോലെ കൃത്രിമ പണി ചെയ്താണ് നമുക്ക് ഓരോ സാധനങ്ങൾ കിട്ടണത്. എൻ്റെ ഒരു കുടം കത്തിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്നിട്ട് വേറെ വാങ്ങിച്ചത്. പുട്ട് കുടവേ കത്തിപ്പോയാലേ അവർക്ക് പുതിയത് മേടിപ്പിക്കാൻ പറ്റുള്ളൂ. പണ്ടെന്ന് പറയുമ്പോൾ അടി ഭയങ്കര കട്ടിയായിരിക്കും. കട്ടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ പുട്ടിൻ്റെ മാറ്റം മേടിക്കുമ്പോൾ കനമുള്ളതാണെന്ന് നോക്കണം. അടിയിൽ കനം കൂടുതൽ വേണം. കനം കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ കത്തിപ്പോവും. എൻ്റേത് അങ്ങനെ ഒരെണ്ണം പോയി. വെള്ളം കൂടുതൽ വെച്ചാൽ മതി അമ്മച്ചി. വെള്ളം കുറഞ്ഞു പോകുമ്പോഴേ കത്തിപ്പോണത്. നമ്മൾ നോക്കൂല. അടിത്തട്ടിന് കനവും വേണം. ഇത് ഭയങ്കര പാട പോലത്തെ. ഞങ്ങളെ കനോളം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. കേട്ടോട്ടെ, ഇത് ഇത്തിരി തരി ഉണ്ടാകും. അപ്പോൾ അതിന് ഇത്തിരി വേവ് കൂടുതലായിരിക്കും. പക്ഷേ കഴിക്കാൻ നല്ലതാണ്. ശരിക്കും വെന്തിട്ട് വേണം എടുക്കാനോ അല്ലേ? പിന്നെ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടെ. ഇത് കുത്തരിയാണ്. പ്രത്യേകിച്ച് തേങ്ങയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കഴിക്കുക. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നെയ്യ് ചേർക്കുക. കുട്ടികൾക്കല്ലെങ്കിലും വലിയ ആൾക്കാണെങ്കിലും പൂട്ടുണ്ടാകത്ത് ഇത്തിരി നെയ്യ് ചേർക്കുന്നത് നന്നായിരിക്കും. അടുത്ത റെഡി ആയിട്ടുണ്ട്. ഈ പൊട്ട് കൂടത്തിൽ ഇത് വലിച്ചെടുക്കാനാ പാട്. ടാസ്ക്കാണത്. അടിയിൽ തിളച്ചുള്ളതുകൊണ്ടേ കരിഞ്ഞു പോയ കാലിലേക്ക് വീഴും. പൊട്ടിപ്പോയി ഇത്തിരി. പൊട്ടാതെ കഴിക്കാൻ പറ്റില്ല. പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ കണ്ടോട്ടാ.
അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ കുത്തരി റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയുള്ള പുട്ടാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.